എല്ലാം. ഹായ് ഗായ്സ്, വെൽക്കം ടു ദ റോയൽ ഫുഡ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പൈനാപ്പിൾ ഷേക്കാണ്. അപ്പോൾ പൈനാപ്പിൾ ഷേക്കിന് വേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ വെച്ചിട്ടുണ്ട്. പൈനാപ്പിളുണ്ട്, പഴം, പഞ്ചസാര, കപ്പലണ്ടി, പിന്നെ പാല് കട്ടയായതല്ല, ലൂസായതാണ്. നമ്മൾ ഷേക്കാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ലൂസായ പാല്. അപ്പോൾ നമുക്ക് പൈനാപ്പിൾ കട്ട് ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിനു മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനെ കട്ട് ചെയ്ത് അതിനുള്ള ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. ഒരുപാടൊന്നും വേണ്ടി വരില്ല, ഒരു ചെറിയ പീസ്. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്തത് പിന്നെ പിടിച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കിതിൻ്റെ ബാക്ക് ഭാഗം കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് സൈഡ് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ പൈനാപ്പിൾ സീസൺ ആയതുകൊണ്ട് ഒരുപാടടുത്ത് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ വാങ്ങിച്ച് ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇത് വീട്ടിൽ അരിയുന്ന കത്തിയെടുത്ത് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയും വേസ്റ്റ് മാറ്റിയിട്ട് ബാക്കി കാണാം. അപ്പോൾ നമുക്കിതിനെ ഇനി ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ സെൻറ്ററിലുള്ള ഭാഗം നമുക്ക് വേണ്ട, സൈഡിലുള്ള ഭാഗം മാത്രം എടുത്താൽ മതി. ഈ സെൻറ്ററിലുള്ള ഭാഗം നമുക്ക് മാറ്റി വയ്ക്കാം, ബാക്കിയുള്ളതിന് എടുക്കാം. ഇതിനെ ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കാം. അപ്പോൾ നമുക്കിതിനെ ഷേക്ക് അടിക്കാം. ഓക്കെ, സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ജാറിലോട്ട് കപ്പലണ്ടി ഇരിക്കുന്നത് ഒരു പകുതി, ഇതിൽ അരക്കപ്പല്ല, ഇതിൽ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ പകുതി ഇട്ടിട്ടുണ്ട്. പകുതി കുറച്ച് കൂടെ ഇത്രയ്ക്കും ബാക്കി വെച്ചേക്കാം ലാസ്റ്റ് നമുക്ക് ചേർക്കാനായിട്ട്. പിന്നെ കുറച്ച് പഞ്ചസാര, ആവശ്യത്തിന് പഞ്ചസാര, ഇത് രണ്ടും കൂടെ ചേർത്ത് നമുക്കൊന്ന് ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം ആദ്യം. രണ്ടും നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഒരുപാട് ഇടണ്ട, ഒരു പഴം ചേർത്ത് കൊടുക്കാം. ഒരു പഴം ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം. ഇത്രയും പൈനാപ്പിൾ കൂടെ ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. ഓക്കെ, നമുക്കിതിനെ ഒന്ന് ആദ്യം പേസ്റ്റായിട്ട് അടിക്കാം, അതിനുശേഷം ബാക്കി സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം.
നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. കാണിച്ചില്ല, ഇതാ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്കിതിലോട്ട് പാല്, തണുത്ത പാല് ചേർത്ത് കൊടുക്കാം. നമുക്ക് നല്ല ഐസ് ക്യൂബ് ഒന്നും ചേർക്കുന്നില്ല, പാല് മാത്രമേ ചേർക്കുന്നുള്ളൂ. പാലും ഒരല്പം വെള്ളവും കൂടെ ചേർക്കും. മധുരം വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ചുകൂടെ ചേർക്കുന്നുണ്ട്. ഇനി ചിലപ്പോൾ അടിച്ചതിന് ശേഷം മധുരം ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കഴിഞ്ഞാൽ അത് അലിയാതെ കിടക്കും. ഇപ്പോഴേ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചൊരിതുണ്ടാവും. അപ്പോൾ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. ഐസ് ക്യൂബ്സ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താൽ മതി. ഞാൻ ഇപ്പോൾ വെള്ളമാണ് ചേർക്കുന്നത്. എല്ലാം പോയി. കുഴപ്പമില്ല, സാധനമുണ്ട്, പക്ഷെ കുറച്ച് മാത്രം ചിന്തിക്കുക. അപ്പോൾ ഇതിനെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ മൊത്തം ക്ലീൻ ചെയ്തിട്ടുണ്ട്. സാധനം കറക്റ്റായി, കുറച്ച് കളഞ്ഞു പോയി, എന്നാലും കുഴപ്പമില്ല. സാധനം കറക്റ്റായിട്ടുണ്ട്. പിന്നെ ഇതിനെ ഈ ഗ്ലാസ്സിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് കപ്പലണ്ടി, പൊടിക്കാത്ത കപ്പലണ്ടി കുറച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ കട്ട് ചെയ്ത പൈനാപ്പിൾ കുറച്ചുകൂടെ ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം അതിലോട്ട്. ഇപ്പോൾ സാധനം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന്. കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. പക്ഷേ ഐസ് ക്യൂബ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല തണുപ്പ് ഉണ്ടാവുമായിരുന്നു. അല്ലാതെ കുടിക്കാൻ സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലായിട്ട് ഞാൻ വരും. അപ്പോൾ ഞാൻ നിജു, ഗുഡ് ബൈ.